ഹായ് ഗൈസ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കയറുണ്ടെന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ കയറെന്നൊക്കെ പറയുമ്പോൾ ഇതൊരു കയറാണെന്ന് സങ്കല്പിക്കുക. ഇപ്പം ഞാനിതിനെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കുക. ഇങ്ങനെ ഞാൻ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ എനിക്ക് എന്താ സംഭവിക്കുക? എൻ്റെ കൈ വേദനിക്കാൻ തുടങ്ങും. എൻ്റെ കൈ മേ ബി അതിൻ്റെ ഇതുകൊണ്ട് കയറിൻ്റെ ഇതുകൊണ്ട് മുറിയാൻ തുടങ്ങും. ചിലപ്പോൾ ബ്ലഡ് വരാം. ഈ കയറ് നമ്മുടെ ലൈഫിലുള്ള ഒരു ട്രോമ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മളിപ്പോഴും ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന കുറേ മെമ്മറീസ് ആയിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കി. നമ്മൾ ഈ കയറ് ഹോൾഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പെയിൻ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ നമ്മുടെ ടെൻഷൻസും നമ്മുടെ ഈ ട്രോമാസും നമ്മുടെ ഈ റിലേഷൻഷിപ്പ് കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് പെയിൻ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഞാനിത് കയ്യിൽ നിന്ന് വിട്ട് കളഞ്ഞാൽ എൻ്റെ കൈ ഫ്രീയാണ്, എനിക്ക് ആ വേദന കുറയും. പക്ഷേ ഇത് പിടിച്ചോണ്ടുണ്ടാവുന്ന ഈ ഒരു ഇപ്പോൾ ഒരു മുറിവില്ലേ അല്ലെങ്കിൽ ആ ഒരു പാട് കൈ കിടക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ട്രോമ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മൾ വിട്ട് കളയുമ്പോൾ ഒരു മെമ്മറീസും അതിൻ്റെ കുറച്ച് ഓർമ്മകളും ഉണ്ടാകും. പക്ഷേ ഇത് ഇപ്പോൾ കയ്യിലുണ്ടാകുന്ന ഈ മുറിവ് ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു ഓയിൽമെൻറ്റ് അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു നമ്മൾ മെഡിസിൻ എടുക്കുകയോ ചെയ്താൽ നമ്മളിത് മാറും. അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ കൈക്ക് പ്രോപ്പർ ഓയിൽമെൻ്റ് എല്ലാം പറ്റിയത് മാറും. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ട്രോമ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് ഇതെല്ലാം സമയം എടുക്കുമ്പോൾ അത് മാറും. ആ ഒരു മെമ്മറി അതിലുള്ള മെമ്മറി അതിൻ്റെ ഓർമ്മകളെല്ലാം അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു തെറാപ്പി ഇതിലൂടെ എല്ലാം അത് മാറ്റിയെടുക്കാൻ പറ്റും. സോ നമ്മൾ ഈ ഹോൾഡ് ചെയ്ത് പിടിക്കാതെ ഇങ്ങനത്തെ നമുക്ക് പെയിൻ ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് മെമ്മറീസും റിലേഷൻഷിപ്പൊക്കെ ഇത് വിട്ട് കളയുക. ഉറപ്പായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറച്ച് സമയം കഴിയുമ്പോൾ മാറിക്കോളും. പക്ഷേ പിന്നെ ഒരിക്കലും നമ്മൾ ഈ ഹോൾഡ് ചെയ്യുന്ന പെയിൻ നമുക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.